പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റ് ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച്, ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ആദ്യ ലെസൺ അനദർ ഡേ ഇൻ പാരഡൈസ്, ഈ സോങ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം സോങ് റൈറ്ററെ ഒന്ന് പരിചയപ്പെടാം. എബൌട്ട് ദ ലിറിസിസ്റ്റ്. Philip Collins, popularly known as Phil Collins, born in 1951, is a British musician, singer, songwriter, record producer and actor. സംഗീത ലോകത്തെ ഏറെ പ്രസിദ്ധനായ ഫിൽ കോളിൻസ് അഥവാ ഫിലിപ്പ് കോളിൻസ് 1951 ജനിച്ച ഒരു ബ്രിട്ടീഷ് മ്യൂസിഷ്യനാണ്, സംഗീതജ്ഞനാണ്. He was the drummer and lead singer of the rock band Genesis. റോക്ക് സംഗീത മേഖലയിൽ ഏറെ പ്രസിദ്ധമായ ജനസിസ് സംഗീത ട്രൂപ്പിലെ ലീഡ് സിംഗർ, ഏറ്റവും പ്രധാനപ്പെട്ട ഗായകനും ഡ്രമ്മറുമായിരുന്നു അദ്ദേഹം. ഹിസ് മോസ്റ്റ് സക്സസ്ഫുൾ സിംഗിൾസ് ഇൻക്ലൂഡ് ഇൻ ദി എയർ ടുനൈറ്റ്, വൺ മോർ നൈറ്റ്, അനദർ ഡേ ഇൻ പാരഡൈസ് ആൻഡ് ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ ഡൗൺ. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ ഏറെ പ്രസിദ്ധമായ ആൽബങ്ങൾ. കോളിൻസ് ഹാസ് ബീൻ സെലിബ്രേറ്റഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ദ പോപ്പ് മ്യൂസിക് കാനൺ. പോപ്പ് സംഗീത ചരിത്രത്തിലേക്ക്, ആ സംസ്കാരത്തിലേക്ക് ഫിൽ കോളിൻസിന്റെ സംഭാവനകൾ ലോകത്താകമാനം ആഘോഷിക്കപ്പെടുന്നു. ബോത്ത് ആസ് എ സോളോ ആർട്ടിസ്റ്റ് ആൻഡ് എ മെമ്പർ ഓഫ് ജെനസിസ്. ഒരു സോളോ ആർട്ടിസ്റ്റ്, സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായകൻ എന്ന നിലയിലും ജെനസിസ് ട്രൂപ്പിലെ ഒരു പ്രധാന മെമ്പർ എന്ന നിലയിലും ഫിൽ കോളിൻസ് ഇന്നും സംഗീത ലോകത്ത് ഏറെ ആദരിക്കപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഒരു ഗായകനാണ്. Among other honors, his solo work has earned him 8 Grammys, an Academy Award Oscar, a Brit Award for the British Album of the Year, and many more. അദ്ദേഹത്തിന്റെ സോളോ വർക്ക് ഒട്ടനവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. 8ഓളം ഗ്രാമി അവാർഡും ഒരു ഓസ്കാർ അവാർഡും ഒരു ബ്രിറ്റ് അവാർഡും അദ്ദേഹം നേടി. In 1999, he was honored with a star on the Hollywood Walk of Fame. അതിലൊക്കെ ഉപരിയായി 1999 ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, പ്രസിദ്ധമായ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം എന്ന സ്റ്റാർ നൽകിയും അദ്ദേഹത്തെ ആദരിച്ചു. ഹോളിവുഡിൽ പല ഉന്നതരായ കലാകാരന്മാരെയും സൈഡ് വാക്കിൽ അവരുടെ പേരിൽ സ്റ്റാർ പതിപ്പിച്ചുകൊണ്ട് ആദരിക്കുന്ന രീതിയിൽ 1999 ഫിലിപ്പ് കോളിൻസിനും സ്റ്റാർ നൽകപ്പെട്ടു, അദ്ദേഹത്തെ ആദരിച്ചു. Let's read and enjoy. Take a moment to reflect on the last time you walked past someone in need. നിങ്ങളോട് എന്തെങ്കിലും ഒരു സഹായം തേടിയ ഒരു വ്യക്തിയെ കടന്നുപോയ ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. Did you notice them? അത്തരം ഒരു വ്യക്തിയെ നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചിരുന്നുവോ? How did you respond to their plight? അത്തരം ആളുകളുടെ ദുരിതാവസ്ഥ, പ്ലൈറ്റ്, അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? What thoughts or feelings came to your mind then? ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്ന ചിന്തകൾ എന്തായിരുന്നു? Let's read and reflect on the lyrics of the song Another Day in Paradise. ഇതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് Another Day in Paradise എന്ന ഗാനത്തിന്റെ വരികൾ വായിക്കുക, ചിന്തിക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു സോങ് ആണ്. ഇതിലെ സ്പീക്കർ സിംഗർ തന്നെയാണ്. അദ്ദേഹം തെരുവിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടുകളും ദൈന്യതയും അവതരിപ്പിക്കുകയാണ് ഈ ഗാനത്തിലൂടെ. ആ കഷ്ടപ്പെടുന്ന സ്ത്രീയോട് സമൂഹത്തിന്റെ പ്രതികരണം എന്തെന്നും നാം എന്താണ് ചെയ്യേണ്ടതെന്നും ഈ ഗാനത്തിലൂടെ അവതരിപ്പിക്കുന്നു. She calls out to the man on the street, "Sir, can you help me? It is cold and I have nowhere to sleep. Is there somewhere you can tell me?" A homeless woman asks a passerby. തെരുവിലൂടെ കടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനോട് വീടില്ലാത്ത തെരുവിൽ കഴിയുന്ന ഒരു സ്ത്രീ ചോദിക്കുന്നു, "If he can help her find a shelter." ആ സ്ത്രീക്ക് ഒരു അഭയസ്ഥാനം കണ്ടെത്താൻ ഒന്ന് സഹായിക്കാമോ എന്നാണ് അവർ ചോദിക്കുന്നത്. She explains that she has no shelter from the cold. ആ സ്ത്രീ വിശദീകരിക്കുന്നുണ്ട്, തെരുവിലെ അതിശൈത്യത്തിൽ നിന്നും അഭയം തേടാൻ ഒരു അഭയസ്ഥാനം അവർക്കില്ല. And asks if he knows a place to stay. എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരിടം ഉണ്ടോ എന്നും ആ സ്ത്രീ ആ യാത്രക്കാരനോട് ചോദിക്കുന്നു. He walks on, doesn't look back. He pretends he can't hear her.
The man walks past her without even looking at her. എന്നാൽ ആ പാസർ ബൈ, ആ വഴിയാത്രക്കാരൻ അതല്ലെങ്കിൽ തെരുവിലൂടെ നടന്നു പോകുന്ന വ്യക്തി അതിവേഗം ആ സ്ത്രീയെ കടന്നു പോകുന്നു, അവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ. Pretending he did not hear her. ആ സ്ത്രീ ചോദിച്ചത് അദ്ദേഹം കേട്ടില്ല എന്ന് അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. Starts to whistle as he crosses the street. Seems embarrassed to be there. He distracts himself by whistling a tune and walks quickly past the woman. ആ വ്യക്തി അതിവേഗം ആ സ്ത്രീയെ കടന്നു പോകുമ്പോൾ ഏതോ ഒരു സംഗീതത്തിന്റെ ട്യൂൺ വിസിലടിച്ചുകൊണ്ടാണ് ആ സ്ത്രീയുടെ സാന്നിധ്യം അതിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കാൻ എന്ന പോലെ മനഃപൂർവ്വം താൻ കേട്ടില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് ഏതോ ഒരു മൂളിപ്പാട്ടും വിസിലടിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിവേഗം കടന്നു പോകുന്നത്. മാത്രമല്ല, ലുക്കിംഗ് എംബാരസ്ഡ് ബട്ട് അൺവില്ലിംഗ് ടു ഹെൽപ്പ് ഹർ. ആ സ്ത്രീയുടെ ചോദ്യം അവിടെ അല്പം നേരം നിന്നുകൊണ്ട് അതിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് നാണം തോന്നിയ പോലെ. ആ സ്ത്രീയെ സഹായിക്കാൻ അൺവില്ലിംഗ് ആയിരുന്നു, ഒട്ടും മനസ്സില്ലാത്ത പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കടന്നുപോക്ക്. Oh, think twice, cause it is another day for you and me in paradise. Oh, think twice, it is just another day for you, you and me in paradise. Just think about it. The singer urges us to think seriously. ഈ സോങ്ങിലെ സ്പീക്കർ അഥവാ സിംഗർ നമ്മോട് ആവശ്യപ്പെടുന്നത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കാനാണ്. എന്താണ് നാം ചിന്തിക്കേണ്ടത്? While we enjoy comfort and safety always in life, a paradisiac life, others suffer in life permanently. നീയും ഞാനും നമ്മിൽ ചിലരെങ്കിലും ജീവിതത്തിൽ സ്ഥിരമായി വളരെ കംഫർട്ടബിൾ ആയിട്ടും സേഫ് ആയിട്ടും ജീവിതം നയിക്കുമ്പോൾ, എ പാരഡൈസിയാക്കൽ ലൈഫ്, ഒരു സ്വർഗീയ ജീവിതം നയിക്കുമ്പോൾ, അതേഴ്സ് സഫർ ഇൻ ലൈഫ് പെർമനന്റ്ലി, മറ്റു പലരും സ്ഥിരമായി ദുരിതത്തിലും ദുഃഖത്തിലുമാണ്. അവരുടെ ജീവിതം സ്ഥിരമായി ദുരിതങ്ങളിലാണ്. അനദർ ഡേ എന്നുള്ളത് ഒരു ഡെലിബറേറ്റ് പ്രയോഗമാണ്. മറ്റൊരു ദിവസം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുമില്ല, ഒരു സാധാരണ ദിവസം തന്നെ, എന്നത്തെയും പോലെ മറ്റൊരു ദിനം. സ്വർഗീയ ജീവിതം നയിക്കുന്നവർക്ക് മറ്റൊരു ദിനം ഒരു സാധാരണ ജീവിതം പോലെ, അവരുടെ ജീവിതം സുഖപ്രദം തന്നെ. ദുരിതത്തിലും കഷ്ടപ്പാടിലും ജീവിക്കുന്നവരും അവരും പെർമനന്റ് ആയിട്ടുള്ള കഷ്ടപ്പാടിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അനദർ ഡേ, നിത്യേന എന്ന പോലെ ദുരിതത്തിന്റെ മറ്റൊരു ദിനം. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. പാരഡൈസ് എന്നുള്ളത് ഒരു മെറ്റഫറാണ്, കംഫർട്ടബിൾ ആൻഡ് സേഫ് ലൈഫ് പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റും നാം കണ്ണോടിക്കുമ്പോൾ അനദർ ഡേ ഇൻ പാരഡൈസ്, സ്വർഗത്തിലെ മറ്റൊരു ദിനം എന്ന് പറയുമ്പോൾ നാം ഏറെ കാണുന്നത് അതിൻ്റെ വിപരീതമായ നരകതുല്യമായ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമാണ്. ഒരു സിറ്റുവേഷണൽ അഥവാ കോണ്ടെക്സ്ച്വൽ ഐറണി ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൂടെ വിദ്യാർത്ഥികൾ ഓർത്തുവെക്കുക. She calls out to the man on the street. He can see she has been crying. Again the woman calls out to the man and pleads for help. വീണ്ടും ആ സ്ത്രീ അയാളെ വിളിച്ച് അദ്ദേഹത്തോട് സഹായത്തിനു വേണ്ടി യാചിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. If he is willing to look at her, he can see that she has been crying. അയാളൊന്ന് അവരിലേക്ക് തിരിഞ്ഞു നോക്കാൻ താല്പര്യമെടുത്തിരുന്നെങ്കിൽ അയാൾക്ക് കാണാമായിരുന്നു ആ സ്ത്രീ ഏറെ നാളുകളായി, ഏറെ നേരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. She has got blisters on the soles of her feet. She can't walk, but she is trying. Her hardships are shown physically. ആ സ്ത്രീയുടെ ദുരിതങ്ങൾ അവരുടെ ശരീരത്തിലും പ്രകടമാണ്. The swollen bubbles or blisters on the bottom of her feet sole make it difficult for her to walk. അവരുടെ നഗ്നമായ കാൽപാദങ്ങൾക്കടിയിൽ പരുക്കൾ, കുമിളകൾ രൂപപ്പെട്ടിരിക്കുന്നു. വേദന നിറയുന്ന മുറിവ്, അതല്ലെങ്കിൽ കുരുക്കൾ, കുമിളകൾ നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽപാദത്തിനടിയിൽ. അവർക്ക് നടക്കാൻ ഏറെ പ്രയാസമുണ്ട്. ബട്ട് ഷീ സ്റ്റിൽ സ്ട്രഗിൾസ് ടു മൂവ് ഓൺ. എന്നിട്ടും ആ വേദനകൾ സഹിച്ചുകൊണ്ടവർ മുന്നോട്ട് നടക്കാൻ ശ്രമം നടത്തുന്നു. Or think twice, cause it is another day for you and me in paradise. Or think twice, it is just another day for you, you and me in paradise. Just think about it. The singer urges us to think seriously. വീണ്ടും ഗായകൻ ഓർ സ്പീക്കർ
നമ്മോട് ഗൗരവത്തിൽ ചിന്തിക്കാൻ ആലോചിക്കാൻ ആവശ്യപ്പെടുന്നു. While we enjoy comfort and safety always in life, a paradisiacal life, others suffer in life permanently. നാമൊക്കെ ജീവിതത്തിൽ കംഫർട്ടും സേഫ്റ്റിയും ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, നമുക്ക് ഓരോ ദിനവും സുഖത്തോടെ, സന്തോഷത്തോടെ, സുരക്ഷിതത്വത്തോടെ ജീവിക്കാനാകുമ്പോൾ പലർക്കും ദുരിതങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം നാം ആലോചിക്കുക, ചിന്തിക്കുക. Oh Lord, is there nothing more anybody can do? Oh Lord, there must be something you can say. A prayer or plea in the name of God. ദൈവത്തെ വിളിച്ചുകൊണ്ട് സിംഗർ ഒരു പ്രാർത്ഥന അതല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന നടത്തുന്നു. The singer asks, if there is nothing anyone can do to relieve her suffering, ആ സ്ത്രീയുടെ ദുരിതങ്ങൾ ശമിപ്പിക്കാൻ, ആ ദുരിതങ്ങളെ അകറ്റാൻ ആർക്കും ഒന്നും കൂടുതൽ ചെയ്യാനാകില്ലേ ദൈവമേ? God can find an answer. ദൈവത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും. God can solve such hardships. ദൈവത്തിന് ഇത്തരം ദുരിതങ്ങൾ അകറ്റാനുമാകും. ഇവിടെ ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കവിത വരികളോടൊപ്പം ക്വസ്റ്റ്യൻ മാർക്കൊന്നും ഇല്ല എങ്കിലും ഓ ലോർഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചറിലാണ് ആ ലൈൻ. അതുകൊണ്ട് തന്നെ അതൊരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ്റെ ഉദാഹരണമാണെന്നും മനസ്സിലാക്കുക. You can tell from the lines on her face, you can see that she has been there. Whoever sees the wrinkles on her face will realize that she has been living and suffering on the street for a long time. ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്ന ആർക്കും കാണാൻ കഴിയും അവരുടെ മുഖത്തെ ചുളിവുകൾ. അതിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും ആ സ്ത്രീ നാളുകളേറെയായി ദുരിതത്തിലും കഷ്ടപ്പാടിലും ഈ തെരുവിൽ ജീവിക്കുകയാണ്, അലയുകയാണ് എന്നത്. Probably been moved on from every place cause she didn't fit in there. Perhaps she has been driven away from everywhere she goes. ഒരുപക്ഷെ അവർ പോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ സമൂഹം അവരെ ആട്ടി ഓടിക്കുകയായിരിക്കാം. Because people may think she is not fit to stay there. ഒരുപക്ഷെ തെരുവിലെ ജനങ്ങൾ കരുതുന്നുണ്ടാകും അവർ എത്തുന്നിടത്ത് അവർ താമസിക്കാൻ കൊള്ളാത്തവളാണ്, അവർ ആ ഇടത്തിലേക്ക് യോജിക്കാത്തവളാണെന്ന് കരുതിക്കൊണ്ട് അവർ എത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ അവരെ ആട്ടിയോടിക്കുകയായിരിക്കും സമൂഹം ചെയ്യുന്നത്. Oh, think twice, cause it is another day for you and me in paradise. Oh, think twice, it is just another day for you and me in paradise. Just think about it. It is just another day for you and me in paradise. It is just another day for you and me in paradise. Just think about it. This repetition of lines or refrain emphasizes the gap between the comfortable life or paradise some enjoy and the misery some others suffer. ഈ വരികൾ പലവട്ടം ഈ സോങ്ങിൽ ആവർത്തിച്ചിട്ടുണ്ട്. Repetition of lines, ഈ വരികളുടെ ആവർത്തനം or the poetic device refrain, ഇത് തന്നെയാണ് ഇത്തരം ഒരു കവിതയിൽ അതല്ലെങ്കിൽ ഒരു സോങ്ങിൽ കൃത്യമായ ഇടവേളകളിൽ വരികൾ ആവർത്തിക്കുന്നതിനാണ് റിഫ്രൈൻ എന്ന് പറയുന്നത്. ഈ റിഫ്രൈനിലൂടെ സോങ് റൈറ്റർ ഉദ്ദേശിക്കുന്നത് പറയുന്ന ഒരു ആശയം പ്രധാനമായും ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കംഫർട്ടബിൾ ലൈഫ് സം എൻജോയ്, ചില ആളുകൾ ആസ്വദിക്കുന്ന സൗകര്യപ്രദമായ ജീവിതവും ആൻഡ് ദ മിസറി സം അതേഴ്സ് സഫർ, മറ്റുള്ളവർ അനുഭവിക്കുന്ന ദുരിതങ്ങളും, ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പ് ഇത് വളരെ ശക്തമായിട്ട് വളരെ പവർഫുൾ ആയിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിഫ്രൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. Those who live in paradise must be aware of the sufferings of others. സ്വർഗീയ ജീവിതം നയിക്കുന്നവർ മറ്റുള്ളവരുടെ ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. Show compassion and help them relieve their misery. അവരോട് അനുകമ്പ കാണിക്കണം, അവരുടെ ദുരിതങ്ങൾ അകറ്റാൻ അവരെ സഹായിക്കണം. ഈ സോങ് വരികൾ വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഇനി ഈ സോങ്ങുമായി ബന്ധപ്പെട്ട ലിറ്റററി ഡിവൈസസ്, അപ്രീസിയേഷൻ, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവയെല്ലാം തുടർന്ന് വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ്
നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.